നിനക്കൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് ഉപദേശം തരാം. അടുത്ത കുറച്ച് ദിവസങ്ങൾ കൂടി ഇന്ത്യയിൽ നിലവിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാർക്ക് പാക്കിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരമുണ്ട്. അതിനുള്ളിൽ നിനക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, പാകിസ്ഥാനോടാണ് നിനക്കൊക്കെ കൂറുക എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോക്കുക. അറേ വാ യാ മോളെ പൊളിച്ച്. അങ്ങനെ വേണം. ഇന്ത്യയിൽ ഒരു ആർജമുള്ള പെൺകുട്ടി ഉണ്ടല്ലോ, സന്തോഷം. അങ്ങനെ വേണം. പാകിസ്ഥാനോട് കൂറും താല്പര്യവും പാകിസ്ഥാന്റെ ഭൂപ്രകൃതിയും വൈവിധ്യമൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്. അങ്ങോട്ട് പോട്ടേന്നേ. എന്തിനാ ഇന്ത്യ നിൽക്കുന്നത്? മാസം മറുപടി. അങ്ങനെ തന്നെ വേണം. അതല്ലേ മോടെ ഉറച്ച നിലപാടല്ലേ? എന്നാലേ ഒരു ചേച്ചി ഞാൻ കാണിച്ചു തരാം. ആ ചേച്ചിക്ക് കുറേ നാളായിട്ട് പാകിസ്ഥാനിൽ പോകണമെന്ന് വലിയ ആഗ്രഹം. ടിക്കറ്റും വഴിച്ചെലവിനുള്ള പൈസയൊക്കെ ഞാൻ കൊടുക്കാം. എങ്ങനെങ്കിലും ആ ചേച്ചീനെ ഒന്ന് പാകിസ്ഥാനിൽ എത്തിക്കുമോ? ചേച്ചിക്ക് കുറേ ആളുകൊണ്ട് ഭയങ്കര ആഗ്രഹം പാകിസ്ഥാനിൽ പോകുന്നത്. കാണിച്ചു തരാം, കേട്ടോ. അത്രമാത്രം ഇന്ത്യക്കാരാണോ അത്രമാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ, അവസരം കിട്ടിയാൽ. കാരണം എൻ്റെ വേദങ്ങൾ പറന്ന പുണ്യഭൂമിയാണ്. അപ്പോൾ എനിക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ എത്രമാത്രം വല്ലപ്പോഴേ സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എൻ്റെ മനസ്സിൽ സ്ഥാനം. കേട്ടില്ലേ? ഈ ചേച്ചിക്ക് പാകിസ്ഥാൻ കാണാൻ ഭയങ്കര ആഗ്രഹം. എങ്ങനെയെങ്കിലും ഈ ചേച്ചിനെ ഒന്ന് പാകിസ്ഥാനിൽ എത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് കേരളീയരായ നമ്മൾ മലയാളികൾക്ക് കുറച്ച് സമാധാനം കിട്ടുമെന്നുള്ളതാണ്. ഇവിടെ കുറച്ച് സങ്കീർണതയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. കാരണം അതിന് ഈ വളവും വെള്ളവും ഒക്കെ ഒഴിക്കുന്ന ആളുകളുണ്ട്. അതിൽപ്പെട്ടൊരു ചേച്ചിയാണ്. ആ ചേച്ചിയുടെ ആഗ്രഹം പറഞ്ഞു ആ പാകിസ്ഥാനെ കാണണം. ആ ആഗ്രഹം മനുഷ്യനല്ലേ, മരിച്ചു പോണ മനുഷ്യനാണ്. ആ മരിക്കുന്നതിന് മുമ്പ് ആ ചേച്ചിക്ക് പാകിസ്ഥാൻ കാണണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ നമ്മൾ അവിടെ അന്ത്യാഭിലാഷം എന്നുള്ള നിലക്കെങ്കിലും ഇത് സാധിച്ചു കൊടുക്കണം. ഇത്തരം ഒരു ആഗ്രഹം സാധിക്കാതെ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ നാലിച്ചു നോക്കിയേ. നമ്മൾ ഇന്ത്യക്കാർ ഇത്രയും വലിയൊരു പൗരപ്രമുഖയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് പാകിസ്ഥാനിൽ പോകുക എന്നുള്ളത്. അത് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നടത്തി കൊടുക്കണം. അങ്ങനെ ചെയ്തു കൊടുത്താൽ ഉണ്ടാകുന്ന ഗുണങ്ങളിൽ ഒന്നാണ് നമ്മുടെ നാട് സമ്പൂർണ്ണ സമാധാനത്തിൽ പോകുന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ആരെങ്കിലും അത് ചെയ്തു കൊടുക്കും. ആ ചേച്ചി ആഗ്രഹിക്കുന്ന കണ്ടിട്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ആരും ആഗ്രഹിക്കാൻ നിൽക്കണ്ട. പാകിസ്ഥാൻ കാണണം, അവിടെ അടിപൊളിയാണ്, സൂപ്പറാണെന്ന് പറയാൻ നമ്മൾ നടക്കണ്ട. എന്തിനാ വെറുതെ? അവർക്കൊക്കെ ഇത് പറയാം. അവർക്ക് പാകിസ്ഥാൻ അടിപൊളിയാണ്, അവിടെ പോകാൻ ആഗ്രഹമുണ്ട്, എൻ്റെ വേദങ്ങൾ പിറന്ന നാടാണെന്നൊക്കെ അവർക്ക് പറയാം. നമ്മളിതൊന്നും പറഞ്ഞു പോകരുത്. വേറെ കൂടെ ഇപ്പം ഇരട്ട മുഖമുള്ള നഗരം എന്ന ബെന്യാമിൻ്റെ പുസ്തകമുണ്ട്. അവിടെ നടന്നൊരു ഫെസ്റ്റിവലിൽ അദ്ദേഹം പങ്കെടുത്തതിന് ശേഷം ആ നാട്ടിലെ ജീവിത രീതികൾ, അവിടുത്തെ മനുഷ്യർ, അവരുടെ പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ബെന്യാമിന് തീവ്രവാദിയാവില്ല, അതുപോലെ തന്നെ ശശികല ടീച്ചറിന് തീവ്രവാദിയാവില്ല. പക്ഷെ നമ്മളാരെങ്കിലും പാകിസ്ഥാനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയാൽ അവിടുത്തെ വെള്ളം നല്ല രസമാണ്, അവിടുത്തെ മലനിരകൾ നല്ല രസമാണ്, വെറുതെ പറഞ്ഞാൽ മതി, വെറുതെ അങ്ങ് തീവ്രവാദിയാകും. അതിനെക്കാട്ടും നല്ലത് മിണ്ടാതിരിക്കുക. എന്നിട്ട് നല്ല മഴക്കാലമാണ്, നല്ല തണുപ്പുണ്ട്, പുതച്ചു മൂടി കിടന്ന് റാഹത്തായിട്ട് ഉറങ്ങുക. വെറുതെ എന്തിനാ തീവ്രവാദി പട്ടം മേടിക്കുന്നത്? വെറുതെ എന്തിനാ തന്തക്കുടി കേൾക്കുന്നത്? അവർ പോവുക, അവർ എന്ത് വേണേ ചെയ്തോട്ടെ.